ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ കണ്ട വിഷ്വൽസ് തന്നെ ഒരു വളരെ ഇതാണ്, പ്രതീകാത്മകമാണ്. എന്താണ് VS? അത് ജനങ്ങൾ ഇപ്പോഴും ഇത്രയും നേരം കാത്തു നിൽക്കുകയും കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വലിയ ചുടുകാട്ടുള്ള യാത്രയിൽ എല്ലാ വഴിയോരങ്ങളിലും ജനങ്ങളുടെ ഒരു അഭൂതപൂർവമായ തിരക്കായിരുന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ ചെറുപ്പക്കാരാണ് ഈ ജനറേഷൻ തന്നെ വളരെ സജീവമായിട്ട് VSന് യാത്രയപ്പ് നൽകുമായിരുന്നു. അവർ എന്താ പറയുക, മഴയും ഒക്കെ പ്രകൃതിയുടെ എല്ലാ സാധനങ്ങളും ഇതാക്കിക്കൊണ്ട് അതിജീവിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഞാനൊരു 1-2 വിഷ്വൽ കണ്ടുകൊണ്ടൊക്കെയായിരുന്നു. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ വന്ന സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ ഈ VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ നിന്ന് അവർ മാറിയിട്ടില്ല. അകത്തോട്ട് പോവുകയോ അവർ പന്തലിനകത്തിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഇതാവാതെ VS അച്യുതാനന്ദൻ ഇവിടെ നോക്ക് കാണാൻ, അദ്ദേഹത്തിനൊരു പുഷ്പാഞ്ജലി അർപ്പിക്കുക, ഇതിനുവേണ്ടി നിരവധി ആളുകൾ എല്ലാ ഭാഗത്തുനിന്നും വന്നു. അപ്പോൾ അതിൽ ഒരുപാട് സ്ത്രീകളും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു മെസ്സേജാണ് കൃത്യമായിട്ട് VS നടത്തിയ പ്രവർത്തനം. ആ പ്രവർത്തനം എങ്ങനെ ജനങ്ങളുമായിട്ട് തദാനം പ്രാപിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്രമാത്രം അത് ഒരു കണക്ട് ചെയ്യാൻ പറ്റി, ആ ഒരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്നത്തെ ഈ യാത്രയിൽ VSൻ്റെ യാത്രയപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 96 മുതലൊന്നുമല്ല VS ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്ര വിദ്യാർത്ഥികൾ, നമുക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാമല്ലോ. ഏതെല്ലാം സമരങ്ങളിൽ VS പങ്കെടുത്തു, എന്തൊക്കെ നടത്തി, ഈ സംരംഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അദ്ദേഹത്തിന് ഈ മൃഗീയമായിട്ടുള്ള പോലീസ് മർദ്ദനമേറ്റതും, ഈ കഥകൾ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. പിന്നെ 96 ഞാൻ പറഞ്ഞത് കേരളത്തിലെ മീഡിയ എക്സ്പ്ലോഷൻ നടന്നു. ആ ഒരു സാധനത്തിൻ്റെ ശേഷമാണ് ഇത്രയധികം യങ് ജനറേഷൻ, ഈ ഒരു ജനറേഷൻ VSുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്തത്. ആ കണക്ട് ചെയ്തപ്പം അവർ നോക്കുമ്പോൾ ആ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. ഇപ്പം മതികെട്ടാനിലായാലും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പരിസ്ഥിതി സംബന്ധമായുള്ള ഇഷ്യൂസ് ആയാലും, സ്ത്രീ സെൻട്രിക് ആയിട്ടുള്ള വിമൺ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ VS ചെയ്ത സമരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത് സമൂഹത്തിന് കൃത്യമായിട്ട് അതുമായിട്ട് താരതമ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ 96-ന് മുമ്പ് VS ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം ചരിത്ര വിദ്യാർത്ഥികളും ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ആളുകളല്ലേ.